മാർച്ച് 29 അരിമത്യായിലെ വിശുദ്ധ ജോസഫ്. ജൂത കൗൺസിലിലെ ആദരണീയനായ ഒരു അംഗമായിരുന്നു ജോസഫ്. ഒരു ധനികൻ. മറ്റു സ്ഥലങ്ങളിലെ സമ്പത്തിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് യേശു പറയുന്നതിനെ അടിസ്ഥാനമാക്കി ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യർത്ഥനായ മനുഷ്യനായി ജോസഫിനെ നമുക്ക് കണക്കാക്കാം. എന്നാൽ സുവിശേഷങ്ങൾ അവനെ വിശേഷിപ്പിക്കുന്നത് യേശുവിനെ വധിക്കാനുള്ള കൗൺസിൽ തീരുമാനത്തിന് സമ്മതം നൽകാത്ത ഒരു നല്ലവനും നീതിമാനും എന്നാണ്. യേശു മരിച്ചതിന് ശേഷം ജോസഫ് അവൻ്റെ ശരീരം താഴെയിറക്കി നേർത്ത തുണിയിൽ പൊതിഞ്ഞ് ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു കല്ലറയിൽ വെച്ചു. കുരിശുമരണത്തിലേക്ക് നയിച്ച യേശുവിൻ്റെ അന്തസ്സിന് നിരന്തരമായ അപമാനം നേരിട്ടതിന് ശേഷം ജോസഫ് അവന് മാന്യമായ ഒരു സംസ്കാരം നടത്തി. അരിമത്യായിലെ വിശുദ്ധ ജോസഫിന് ആ സമയത്ത് താൻ എത്ര മഹത്തായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരിക്കാം. 3 ദിവസത്തിനുള്ളിൽ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. പക്ഷേ ജോസഫ് എന്തായാലും അദ്ദേഹത്തിന് മാന്യതയുടെ സമ്മാനം ഉദാരമായി നൽകി.